കുറേ നാളായിട്ട് വിചാരിക്കും ഞാനൊന്ന് ത്രെഡ് ചെയ്യണമെന്ന്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ത്രെഡ് ചെയ്തത്. അപ്പോൾ തന്നെ പാർലറത്തെ ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ത്രെഡ് ചെയ്യണം, ഇല്ലെങ്കിൽ പിരികം നല്ലോണം വേനെടുക്കും കുറേ ആയാലെന്ന്. അപ്പോൾ എനിക്ക് പോകാനേ സമയം കിട്ടിയിട്ടുണ്ടായിട്ട് അങ്ങനെ ഞാൻ കുറേ ലേറ്റായി. ഞാനിപ്പോൾ ചെന്നൈയിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ത്രെഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ദിയ എന്നാണ് അവളെ പേര്. എന്നെപ്പോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡായ കാലിന് നടക്കാൻ കുറച്ച് പ്രശ്നമുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അവളുടെ അമ്മ ചെമ്മട്ടമ്മയിൽ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട്, ദിയ ബ്യൂട്ടി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ചെയ്തത്. ഞാൻ എപ്പോൾ പോയാലും ആൻറ്റി എനിക്ക് എല്ലാം എത്ര വലിയ വർക്കാണെങ്കിലും ആൻറ്റി എനിക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു തരലുണ്ട്. അത് മാത്രമല്ല ആര് പോയാലും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കംഫർട്ട് ആകുന്ന രീതിയിൽ, നമുക്ക് അഫോർഡബിൾ ആകുന്ന റേറ്റിൽ അവർ എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല വൃത്തിയിൽ നമ്മളെ കംഫർട്ടാക്കി വെച്ചിട്ട് ചെയ്തു തരുന്നുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നതല്ല. അതല്ലാതെ തന്നെ എല്ലാവരും പറയുന്ന എല്ലാവരും പോകുന്നവരെല്ലാം പറയുന്ന നല്ല നല്ല രീതിയിൽ അവർ നമുക്ക് ഇതാവുന്ന രീതിയിൽ ചെയ്തു തരുന്നുണ്ട് എന്നാണ്. അപ്പോൾ സ്ഥലം മറക്കണ്ട, കാഞ്ഞങ്ങാട് ചെമ്മട്ടമ്മയിൽ ആണ് സ്ഥലം. അപ്പോൾ ത്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്ന് കുറേ ആൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഹെയർ ലെയർ കട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ഒന്ന് ലെയർ കട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ലെയർ കട്ടും കൂടി ചെയ്തു കേട്ടോ. അങ്ങനെ അവർ ആദ്യം ഹെയർ വാഷ് ചെയ്തു, അതിനുശേഷം ഷാമ്പു ഇട്ടു, കണ്ടീഷണർ ഇട്ടു, എൻ്റെ ഇത് നല്ല ഇത് കട്ട് ചെയ്ത് സെറ്റാക്കി തന്നു. അങ്ങനെ എൻ്റെ ലെയർ കട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ലുക്ക് മൊത്തമായിട്ട് മാറി എന്നാണ് എല്ലാവരും പറയുന്നത്. ഫേസിൻ്റെ ഷേപ്പ് മൊത്തമായിട്ട് മാറി, നല്ല സ്റ്റൈലായിട്ടുണ്ടെന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മക്കാണെങ്കിൽ ഭയങ്കര സങ്കടമുള്ള മുടി നീ കളഞ്ഞു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അമ്മ പിന്നെ സെറ്റായിട്ടോ. പിന്നെ അമ്മക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടമായോ എന്നും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.